എൽഫാബ എമറാൾഡ് സിറ്റിയിൽ നിന്നും ഗ്രിമ്മറിയുമായി രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അവൾ ഇപ്പോൾ വിക്കഡ് വിച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഓസിയിലെ എല്ലാ പ്രദേശങ്ങളെയും എമറാൾഡ് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്നതിനായി വിസാർഡിന്റെ നിർദ്ദേശപ്രകാരം മഞ്ഞ ഇഷ്ടികകൾ കൊണ്ടുള്ള ഒരു പാത നിർമ്മിക്കുകയാണ് ഈ സൈനികർ. മൃഗങ്ങളെ അവിടെ നിർബന്ധിത ജോലിക്ക് നിയോഗിക്കുകയും സൈനികർ അവരെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മൃഗം ക്ഷീണം കൊണ്ട് തളർന്നു വീഴുമ്പോൾ ഒരു സൈനികൻ അതിനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം ഉണ്ടാവുകയും മൃഗങ്ങളുടെ ചങ്ങലകൾ തകരുകയും അവ സ്വതന്ത്രരാവുകയും ചെയ്യുന്നു. ഒരു സൈനികൻ മൃഗങ്ങളെ ശിക്ഷിക്കാൻ തന്റെ ചാട്ടവാർ ഉയർത്തുന്നു. എന്നാൽ പിന്നിലൂടെ പറന്നു വന്ന ആൽഫബ അത് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. പേടിച്ചേരേണ്ട സൈനികർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ ആൽഫബ വേഗത്തിൽ പറന്ന് അവരെ പിന്തുടരുകയും തന്റെ ചാട്ടവാറും ചൂലുമായി അവരെ നേരിടുകയും ചെയ്യുന്നു. ഒരു സൈനികൻ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ചാട്ടവാർ ചൂലിൽ കുടുങ്ങുന്നു. ആൽഫബ ആ സൈനികനെ വായുവിലൂടെ വലിച്ചിഴച്ച് മറ്റു സൈനികരെ ഇടിപ്പിക്കുകയും ഒടുവിൽ പെയിന്റിലേക്ക് എറിയുകയും ചെയ്യുന്നു. ആ നിമിഷം മന്ത്രവാദിയുടെ പറക്കുന്ന കുരങ്ങുകൾ വരുന്നത് കണ്ട് ആൽഫബ തന്റെ ചൂലിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. താമസിയാതെ ഈ ആക്രമണ വാർത്ത പത്രങ്ങളിൽ വരികയും ആൽഫബയെ കുറിച്ചുള്ള ജനങ്ങളുടെ പേടി വർദ്ധിക്കുകയും ചെയ്യുന്നു. മോർബിൾ ആൽഫബയ്ക്കെതിരെ പോസ്റ്ററുകളും നോട്ടീസുകളും പ്രചരിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. എങ്കിലും മന്ത്രവാദി ഒരു തട്ടിപ്പുകാരനാണെന്ന് ഓസിയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പോരാട്ടം തുടരാനും ആൽഫബ തീരുമാനിക്കുന്നു. അതേസമയം ആൽഫബയുടെ പഴയ സുഹൃത്തായ ഗ്ലിൻഡ മോർബിളിനും മന്ത്രവാദിക്കും വേണ്ടിയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവൾ തങ്ങളെ ആൽഫബയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന്റെ പ്രചാരണങ്ങളുടെ ഭാഗമായി അവൾ ഗ്ലിൻഡ ദി ഗുഡ് ആയിട്ടാണ് മോർബിളും വിസാർഡും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം മന്ത്രവാദി നിർമ്മിച്ച സ്ഫെറിക്കൽ ഗ്ലോബുൾ എന്നൊരു വസ്തു മോർബിൾ ഗ്ലിൻഡയ്ക്ക് സമ്മാനമായി നൽകുന്നു. ഗ്ലിൻഡ പറക്കുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കുമിള സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സോഫയാണത്. ആ സോഫയുടെ അടിയിലെ ബട്ടണിൽ അമർത്തിയാൽ കുമിള വരും. കുമിളയിൽ തൊട്ടാൽ അത് പൊട്ടുകയും ചെയ്യും. ഗ്ലിൻഡയ്ക്ക് ശരിക്കും മാന്ത്രിക ശക്തിയുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അത് നിർമ്മിച്ചത്. അതുകൂടാതെ മോർബിൾ അവൾക്ക് മനോഹരമായ ഒരു മന്ത്രവടി നൽകുകയും ഒരു നല്ല മന്ത്രവാദിനിയായി ജനങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തണമെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു ഫ്ലാഷ് ബാക്കിൽ കുട്ടിക്കാലത്ത് തന്റെ ജന്മദിനത്തിന് മന്ത്രവടി ലഭിക്കുന്ന ഗ്ലിൻഡയെ കാണിക്കുന്നു. കൂടെയുള്ള കുട്ടികൾ അവളോട് മാജിക് കാണിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് പുറത്തൊരു മഴവിൽ തെളിയുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാനായി അത് താൻ ചെയ്തതാണെന്ന് ഗ്ലിൻഡ കള്ളം പറയുന്നു. സ്വകാര്യമായി അവൾ തന്റെ അമ്മയോട് തനിക്ക് യഥാർത്ഥത്തിൽ മാന്ത്രിക ശക്തി വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതിയാകും എന്നാണ് അമ്മ മറുപടി നൽകുന്നത്. ഇതേസമയം പ്രസന്റിൽ ഗ്ലിൻഡ മഞ്ച്കിൻലാൻഡിലേക്ക് പറന്നിറങ്ങുകയും മഞ്ഞ ഇഷ്ടിക പാത ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ഈ അവസരം മുതലെടുത്ത് മോർബിൾ ഗ്ലിൻഡയും സൈന്യത്തിന്റെ ക്യാപ്റ്റനായ രാജകുമാരൻ ഫിയറോയും തമ്മിലുള്ള വിവാഹ നിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഇത് ഫിയറോയെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും സന്തോഷം അഭിനയിച്ചുകൊണ്ട് അവൻ അതിനോട് സഹകരിക്കുന്നു. തുടർന്ന് ആൽഫബയെ നേരിടാൻ ഫിയറോ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് മോർബിൾ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്നു. ഇതോടെ ആൽഫബയെ കുറിച്ച് വീണ്ടും മോശമായ കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങുന്നു. ആൽഫബയെ കുറിച്ച് ആളുകൾ മോശമായി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഫിയറോ ഗ്ലിൻഡയെ മാറ്റി നിർത്തി ഈ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റാരെങ്കിലും അവളെ കൊല്ലുന്നതിന് മുമ്പ് തങ്ങൾ അവളെ കണ്ടെത്തണമെന്ന് അവൻ നിർബന്ധിക്കുന്നു. തനിക്കും ഇതിൽ താല്പര്യമില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ സമാധാനത്തിനായി ഇത് ചെയ്തേ തീരൂ എന്നും ഗ്ലിൻഡ ആണയിടുന്നു. പ്രശസ്തിക്കും ശ്രദ്ധയ്ക്കും വേണ്ടിയാണ് ഗ്ലിൻഡ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഫിയറോ കരുതുന്നു. എന്നാൽ അതിൽ തെറ്റൊന്നുമില്ലെന്നും ആൽഫബ അവളുടെ വഴി നേരത്തെ തന്നെ തിരഞ്ഞെടുത്തതാണെന്നും ഗ്ലിൻഡ അവനെ ഓർമ്മിപ്പിക്കുന്നു. ഗ്ലിൻഡയുടെ സന്തോഷത്തിനായി അവളെ വിവാഹം കഴിക്കാൻ ഫിയറോ സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് അവന് സന്തോഷം നൽകുമോ എന്ന അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി നൽകുന്നില്ല. അതിനുശേഷം വേദിയിലേക്ക് തിരിച്ചെത്തുന്ന ഗ്ലിൻഡ അതീവ സന്തോഷവതിയായി അഭിനയിക്കുകയും പടക്കങ്ങൾ പൊട്ടിക്കാനുള്ള ബട്ടൺ അമർത്തുകയും ചെയ്യുന്നു. ആകാശം വർണ്ണങ്ങളാൽ നിറയുമ്പോൾ ആൽഫബ അവിടേക്ക് പറന്നെത്തുകയും ആകാശത്ത് നമ്മുടെ മന്ത്രവാദി കള്ളം പറയുന്നു, അവർ വിസാർഡ് ലൈസ് എന്ന് എഴുതുകയും ചെയ്യുന്നു. ഉടൻ തന്നെ മോർബിൾ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ വരികളെ ഓസി മരിക്കുന്നു എന്നാക്കി മാറ്റുന്നു. ഇത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നു. തുടർന്ന് ആൽഫബയെ പിടികൂടാനായി ഫിയറോ തന്റെ സൈനികരെയും പറക്കുന്ന കുരങ്ങുകളെയും വിളിക്കുന്നു. കുരങ്ങുകൾ അവൾക്ക് നേരെ വലകൾ എറിയുന്നുണ്ടെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുന്നു. പകരം ആ വലകളിൽ മറ്റു കുരങ്ങുകൾ തന്നെ കുടുങ്ങുന്നു. ആൽഫബ ഒരു മരത്തിന് പിന്നിൽ ഒളിക്കുമ്പോൾ ഫിയറോ അവളെ കണ്ടില്ലെന്ന് നടിക്കുകയും മന്ത്രവാദിനി രക്ഷപ്പെട്ടുവെന്നും അതിനാൽ തിരിച്ചു പോകാമെന്നും സൈനികരോട് പറയുന്നു. താൻ സ്നേഹിക്കുന്ന മനുഷ്യൻ തന്നെ വേട്ടയാടുന്നത് കണ്ട് ആൽഫബ ഹൃദയം തകർന്ന് തന്റെ ഒളിത്താവളത്തിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ വെച്ച് പഴയ സൗഹൃദകാലം ഓർത്തുകൊണ്ട് അവൾ ദേഷ്യത്തോടെ ചില കടലാസുകൾ നശിപ്പിക്കുന്നു. അതേസമയം ആൽഫബയുടെ വീൽ ചെയറിൽ കഴിയുന്ന സഹോദരി നെസ്സ റോസ് പിതാവിന്റെ മരണശേഷം മഞ്ച്കിൻലാൻഡിന്റെ ഗവർണറായി ചുമതലയേറ്റു. മൃഗങ്ങൾക്കും ഇനി മുതൽ യാത്ര ചെയ്യാൻ പ്രത്യേക പെർമിറ്റ് വേണമെന്ന നിയമം കൊണ്ടുവരാൻ അവൾ ഒരുങ്ങുകയാണ്. ഇത് കേട്ട് അവളുടെ ഹെഡ് ഗാർഡും കാമുകനുമായ ബോക്ക് ഞെട്ടിപ്പോകുന്നു. തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ ഉപേക്ഷിച്ചു പോയ സഹോദരി പോലെയല്ല താനെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നെസ്സ സ്വയം ന്യായീകരിക്കുന്നു. നെസ്സയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്ന ബോക്ക് തന്റെ ജോലി രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവൻ എമറാൾഡ് സിറ്റിയിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവന് യഥാർത്ഥത്തിൽ ഗ്ലിൻഡയാണ് ഇഷ്ടം. അവളെ കാണാൻ വേണ്ടിയാണ് അവൻ ഇപ്പോൾ എമറാൾഡ് സിറ്റിയിലേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ബോക്കിന് അവിടെ നിന്ന് പോകാൻ അനുവാദം ലഭിക്കുന്നില്ല. അപ്പോഴേക്കും ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മഞ്ച്കിനുകൾക്കും യാത്ര ചെയ്യാൻ പെർമിറ്റ് ആവശ്യമാണ്. പെർമിറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഗാർഡ്
ഗാർഡുകൾ മഞ്ചുക്കിനിൽ നിന്നുള്ള മുഴുവൻ യാത്രക്കാരെയും ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇതേസമയം മൃഗങ്ങളെല്ലാം കാട്ടിലുള്ള ഒരു തുരങ്കത്തിലൂടെ ഓസിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ തന്നെ താമസിച്ച് മന്ത്രവാദിക്കെതിരെ പോരാടാൻ ആൽഫബ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊപ്പം ചേരാൻ അവർക്ക് ഭയമായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ആൽഫബയെ കുട്ടിക്കാലത്ത് നോക്കിയിരുന്ന അവളുടെ ആയയായ ഡൾസി ബിയറും ഉണ്ടായിരുന്നു. അവർ അവളുടെ അടുത്തേക്ക് വരുന്നു. ഓസി ഇനി മൃഗങ്ങൾക്ക് സുരക്ഷിതമല്ലെന്നും ഓസിന് അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് തുരങ്കം വഴി പോവുക മാത്രമാണ് ഏക പോംവഴിയെന്നും ഡൾസി ബിയർ സങ്കടത്തോടെ പറയുന്നു. ആ സ്ഥലം വെറും ശൂന്യമായ ഒരു മരുഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത്. ആ മരുഭൂമിയിലെ മൃഗങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ആൽഫബ ആശങ്കപ്പെടുകയും അതിനെക്കുറിച്ച് അവൾക്ക് വിചിത്രമായ ഒരു ദർശനം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ആൽഫബ കൊല്ലപ്പെടുന്നത് വരെ ആളുകൾ അടങ്ങിയിരിക്കില്ലാത്തതിനാൽ അവൾക്കും ഓസിയിൽ സുരക്ഷിതമായിരിക്കാൻ കഴിയില്ലെന്ന് ഡൾസി ബിയർ പറയുന്നു. പറക്കുന്ന കുരങ്ങുകൾ അവരുടെ നേതാവായ ചിസ്റ്ററിയോടൊപ്പം രഹസ്യമായി മരങ്ങളിൽ വന്നിറങ്ങുകയും ഇതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആൽഫബ മൃഗങ്ങളോട് പറയുന്നത് സ്വന്തം വീട് പോലെ മറ്റൊരു സ്ഥലമില്ല എന്നും അതിനായി പോരാടണമെന്നുമാണ്. എന്നാൽ പെട്ടെന്ന് പേടിത്തൊണ്ടനായ ഒരു സിംഹം അവളെ തടസ്സപ്പെടുത്തുന്നു. പണ്ട് ആൽഫബയും പ്രിൻസ് ഫിയറോയും കൂടെ ചേർന്ന് പ്രൊഫസറുടെ കൂട്ടിൽ നിന്ന് രക്ഷിച്ച് കാട്ടിൽ വിട്ട ആ സിംഹക്കുട്ടിയാണിത്. കുട്ടിക്കാലത്ത് തന്നെ കൂട്ടിലടക്കപ്പെട്ടതുകൊണ്ടും പിന്നീട് ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ടും അവൻ ഒരു പേടിത്തൊണ്ടനായി മാറി. എല്ലാവരും വെറുക്കുന്ന വിക്കഡ് വിച്ച് ആണ് തന്നെ രക്ഷിച്ചതെന്നറിഞ്ഞപ്പോൾ മുതൽ അതിന്റെ നാണക്കേട് കാരണം അവനും എൽഫാബയോട് കടുത്ത പകയുണ്ട്. കുരങ്ങുകൾക്ക് ചിറകുകൾ നൽകിയതും അവരെ മന്ത്രവാദിയുടെ ചാരന്മാരാക്കിയതും അൽഫാബയാണെന്ന് അവൻ എല്ലാവരോടും പറയുന്നു. അത് സത്യമാണെന്ന് അൽഫാബ സമ്മതിക്കുകയും മന്ത്രവാദി തന്നെ ചതിച്ചതാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മൃഗങ്ങൾ അവളെ വിശ്വസിക്കാതെ തുരങ്കത്തിലൂടെ അവിടം വിട്ടുപോകുന്നു. കുറച്ചു കാലത്തിന് ശേഷം ബോക്ക് വീണ്ടും നെസ്സയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അവളോട് വളരെ തണുപ്പൻ മട്ടിലാണ് പെരുമാറുന്നത്. അവൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും അവൻ താല്പര്യം കാണിക്കുന്നില്ല. ഗ്ലിൻഡയുടെയും ഫിയറോയുടെയും വിവാഹ നിശ്ചയത്തെ കുറിച്ചുള്ള വാർത്ത വന്ന ഒരു മാഗസിൻ കണ്ടപ്പോൾ ബോക്ക് അത് അവിടെ നിന്നും എടുക്കുന്നു. അവൻ പോയതിനു ശേഷം ആൽഫബ നെസ്സയുടെ ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നു. അച്ഛന്റെ ശവസംസ്കാരത്തിന് വരാത്തതിന് നെസ്സ ആൽഫബയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ തന്റെ നിറം പച്ച ആയതുകൊണ്ട് അച്ഛൻ തന്നെ വെറുത്തിരുന്നു എന്ന് ആൽഫബ മറുപടി നൽകുന്നു. തുടർന്ന് ആൽഫബ മൃഗങ്ങളുടെ കാര്യത്തിൽ സഹായം ചോദിക്കുന്നുണ്ടെങ്കിലും പകരം തന്റെ സ്കൂൾ കാലഘട്ടത്തിലെ പോലെ സന്തോഷവതിയാകാൻ തന്നെ സഹായിക്കണമെന്ന് നെസ്സ ആവശ്യപ്പെടുന്നു. എന്തു ചെയ്യണമെന്ന് ആൽഫബ ആലോചിക്കുമ്പോൾ ഗ്രിമ്മറി തനിയെ തുറക്കുകയും ഒരു മന്ത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആൽഫബ ഉടൻ തന്നെ ആ മന്ത്രം നെസ്സയുടെ ഷൂസിൽ പ്രയോഗിക്കുന്നു. അവ ചുവന്ന നിറമാവുകയും ചൂടാവാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് നെസ്സ വായുവിൽ ഉയരുകയും തന്റെ വീൽ ചെയറിൽ നിന്ന് മോചിതയായ സന്തോഷത്തിൽ ചിരിക്കുകയും ചെയ്യുന്നു. തന്റെ മാന്ത്രിക ശക്തി ഒടുവിൽ ഒരു നല്ല കാര്യത്തിന് സഹായിച്ചല്ലോ എന്ന് ആൽഫബയും സന്തോഷിക്കുന്നു. ആ നിമിഷം ബോക്ക് മുറിയിലേക്ക് കടന്നു വരികയും ഈ കാഴ്ച കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. ആൽഫബയെ പേടിക്കണ്ടെന്നും അവൾ സഹായിക്കാൻ വന്നതാണെന്നും പറയുന്ന നെസ്സ തങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. എന്നാൽ നെസ്സയ്ക്ക് ഇനി തന്റെ സഹായം ആവശ്യമില്ലെന്ന് കരുതുന്ന ബോക്ക് തനിക്ക് നഗരത്തിലേക്ക് പോകാൻ അനുമതി പത്രം വേണമെന്ന് ആവശ്യപ്പെടുന്നു. താൻ ഗ്ലിൻഡയെ പ്രണയിക്കുന്നുണ്ടെന്നും വിവാഹത്തിന് മുമ്പ് അത് അവളോട് പറയണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് അസൂയമൂത്ത നെസ്സ ഗ്രിമ്മറി കൈക്കലാക്കി ബോക്കിന്റെ ഹൃദയം കവരാനായി ഒരു മന്ത്രം ചൊല്ലുന്നു. എന്നാൽ അവൾ വാക്കുകൾ തെറ്റായി ഉച്ചരിച്ചത് കാരണം ബോക്കിന്റെ ഹൃദയം ചുരുങ്ങാൻ തുടങ്ങുകയും അവന് അസുഖം ബാധിക്കുകയും ചെയ്യുന്നു. ഗ്രിമ്മറിയിലെ മന്ത്രങ്ങൾ തിരുത്താൻ കഴിയില്ല എന്നതിനാൽ ആൽഫബയ്ക്ക് മറ്റൊരു വഴി കണ്ടെത്തേണ്ടി വരുന്നു. നെസ്സയെ മുറിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആൽഫബ പുതിയൊരു മന്ത്രം ചൊല്ലി ബോക്കിന്റെ ജീവൻ രക്ഷിക്കുന്നു. പുറത്തേക്ക് പോകുമ്പോൾ താൻ വിവാഹത്തിന് പോവുകയാണെന്നും മന്ത്രവാദിയുടെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കുമെന്നും ആൽഫബ നെസ്സയോട് പറയുന്നു. എന്നാൽ ആൽഫബ ഫിയറോയെ കാണാനാണ് പോകുന്നതെന്ന് കരുതിയ നെസ്സ അവളെ തടയാൻ ശ്രമിക്കുന്നു. താൻ എന്ത് ചെയ്താലും അത് നെസ്സയ്ക്ക് മതിയാകില്ലെന്ന് പറഞ്ഞ് ആൽഫബ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മുറിയിൽ ആരോ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് നെസ്സ ഞെട്ടിപ്പോകുന്നു. ഹൃദയമില്ലാതെ ജീവിക്കാൻ വേണ്ടി ആൽഫബ ബോക്കിനെ ഒരു ടിൻമാനാക്കി മാറ്റിയിരുന്നു. കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടു ഭയന്ന ബോക്ക് നെസ്സയ്ക്ക് നേരെ ആക്രോശിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം കാരണം ആൽഫബയാണെന്ന് നെസ്സ കുറ്റപ്പെടുത്തുന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ ബോക്ക് അവിടെ നിന്ന് എൽഫാബയെ തേടി ഓടിപ്പോകുന്നു. വൈകുന്നേരത്തോടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന എമറാൾഡ് സിറ്റിയിൽ ആൽഫബ എത്തുന്നു. ഗ്ലിൻഡയെ പുറത്തേക്ക് വരുത്താനായി അവളുടെ മുറിയുടെ ജനൽ ചില്ല് തകർക്കുന്നു. എന്നാൽ പറക്കുന്ന കുരങ്ങുകളെ ഭയന്ന ഗ്ലിൻഡ ആൽഫബയെ മുറിക്കുള്ളിലേക്ക് വിളിക്കുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആൽഫബയെ കണ്ട സന്തോഷത്തിലാണവൾ. ആൽഫബയെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു ഒത്തുതീർപ്പിലെത്താൻ ഗ്ലിൻഡ ആഗ്രഹിക്കുന്നു. എന്നാൽ തന്റെ പ്രശ്നങ്ങളിൽ ഗ്ലിൻഡയെ കൂടി ഉൾപ്പെടുത്താൻ ആൽഫബ തയ്യാറാവാത്തതിനാൽ അവൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് മന്ത്രവാദിയെ തേടി പോകുന്നു. ആൽഫബ മന്ത്രവാദിയുടെ പണിപ്പുരയിൽ എത്തുമ്പോൾ തന്നെ ഗ്ലിൻഡയും അവിടേക്ക് ഓടിക്കേറുന്നു. ആൽഫബയുമായി ചേർന്ന് എല്ലാം പുതുതായി തുടങ്ങാൻ ഗ്ലിൻഡയും മന്ത്രവാദിയും ആഗ്രഹിക്കുന്നു. എന്നാൽ ആൽഫബ അത് നിരസിക്കുകയും മന്ത്രവാദി സത്യം ജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താൻ നുണ പറയുകയാണെന്ന് സമ്മതിച്ചാൽ പോലും ജനങ്ങൾ തന്നെ വിശ്വസിക്കില്ലെന്ന് മന്ത്രവാദി വിശദീകരിക്കുന്നു. എന്നാൽ ആൽഫബ തങ്ങൾക്കൊപ്പം ചേർന്നാൽ ജനങ്ങൾക്ക് അവളെ വീണ്ടും വിശ്വാസമാകുമെന്ന് ഗ്ലിൻഡ ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് ഗ്ലിൻഡ ആൽഫബയുടെ കൈപിടിച്ച് അവർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. മന്ത്രവാദി അവർ രണ്ടുപേരെയും തന്റെ ട്രിക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആൽഫബ അവരോടൊപ്പം ആ നിമിഷങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും മന്ത്രവാദിയുടെ വലിയ മുഖമുള്ള ആ യന്ത്രം കണ്ടതോടെ അവൾ പെട്ടെന്ന് നിശ്ചലയാകുന്നു. അത് അവളുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു. മന്ത്രവാദിയുടെ രഹസ്യം സൂക്ഷിക്കാമെന്നും
അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാമെന്നും അവൾ സമ്മതിക്കുന്നു. പക്ഷെ ഒരു നിബന്ധന മാത്രം, ഓസിയിലെ എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം സ്വതന്ത്രരാക്കണം. മന്ത്രവാദി സമ്മതിക്കുകയും അയാളുടെ ചാരന്മാരായ പറക്കുന്ന കുരങ്ങുകളെ പൂട്ടിയിട്ടിരിക്കുന്ന കൂട് തുറക്കാനുള്ള താക്കോൽ ആൽഫാബയ്ക്ക് നൽകുകയും ചെയ്യുന്നു. അവൾ ഉടൻ തന്നെ ആ കൂട് തുറന്ന് തന്റെ പഴയ മന്ത്രത്തിന് അവരുടെ മാപ്പ് ചോദിക്കുകയും അവർ സ്വതന്ത്രരാണെന്ന് പറയുകയും ചെയ്യുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ കുരങ്ങുകൾ കരഞ്ഞുകൊണ്ട് കെട്ടിടത്തിന് പുറത്തേക്ക് പറന്നു പോകുന്നു. മന്ത്രവാദി വിവാഹത്തിനായി പോയതിനു ശേഷം കുരങ്ങുകളുടെ നേതാവ് ചിസ്റ്ററി തിരിച്ചു വരികയും മന്ത്രവാദിയുടെ ഒരു ചിത്രം നീക്കി അതിന് പിന്നിലെ രഹസ്യമുറി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ നൂറുകണക്കിന് മൃഗങ്ങളെ കൂട്ടിലടച്ചിരിക്കുന്നത് കണ്ട് ആൽഫാബ ഞെട്ടിപ്പോകുന്നു. അവളുടെ പഴയ അധ്യാപകനായ പ്രൊഫസർ ഡില്ലമോണ്ടും കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കെല്ലാം സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. വിവാഹ ചടങ്ങുകൾ തുടങ്ങുന്നതിനിടെ മന്ത്രവാദി ആ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ഇത് നിങ്ങൾ കാണുന്നത് പോലെയല്ലെന്ന് പറയുകയും ചെയ്യുന്നു. ചില മൃഗങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് അയാൾ സ്വയം ന്യായീകരിക്കുന്നു. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത യഥാർത്ഥ മൃഗം മന്ത്രവാദിയാണെന്ന് ആൽഫാബ തീരുമാനിക്കുന്നു. അവളുടെ മന്ത്രശക്തിയാൽ കൂടുകൾ തുറക്കപ്പെട്ടതോടെ മൃഗങ്ങൾ മന്ത്രവാദിയെ പിന്തുടർന്ന് ഓടിക്കുന്നു. ഈ ഓട്ടം അവരെ വിവാഹം നടക്കുന്ന പ്രധാന ഹാളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ആ വിവാഹ ചടങ്ങ് തടസ്സപ്പെടുന്നു. ജനക്കൂട്ടം പരിഭ്രാന്തരായി ഓടുമ്പോൾ ഇതെല്ലാം തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൽഫാബയുടെ മറ്റൊരു ആക്രമണമാണെന്ന് മോർബിൾ അവരോട് പറയുന്നു. മൃഗങ്ങൾ മോർബിളിനെ വളയുകയും അവളുടെ മുഖം കേക്കിൽ മുക്കുകയും ചെയ്യുന്നു. മന്ത്രവാദി തന്റെ പണിപ്പുരയിൽ ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ആൽഫാബ തന്റെ ചൂലെറിഞ്ഞ് അദ്ദേഹത്തെ തടയാൻ നോക്കുന്നു. ആ നിമിഷം ഫിയറോ തന്റെ സൈനികരുമായി അവിടേക്ക് എത്തുന്നു. ആൽഫാബയ്ക്ക് വെള്ളം പേടിയാണെന്നും അതുപയോഗിച്ച് അവളെ കൊല്ലാൻ കഴിയുമെന്നുമുള്ള ഒരു വിശ്വാസം ഓസിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ആൽഫാബയെ പിടികൂടാൻ ധാരാളം വെള്ളം കൊണ്ടുവരാൻ അവൻ സൈനികരോട് ആവശ്യപ്പെടുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഫിയറോ ചൂൽ നീക്കി മന്ത്രവാദിയെ മോചിപ്പിക്കുന്നു. എന്നാൽ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ മന്ത്രവാദിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ചൂൽ തിരികെ ആൽഫാബയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനിടെ മന്ത്രവാദിയുടെ രഹസ്യം പരസ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഫിയറോ മന്ത്രവാദിയെ കൂട്ടിനുള്ളിൽ കയറാൻ നിർബന്ധിക്കുന്നു. ആൽഫാബയ്ക്ക് ഫിയറോടൊപ്പം അല്പസമയം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്ലിൻഡ അവിടേക്ക് വരികയും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഫിയറോയോട് ചോദിക്കുകയും ചെയ്യുന്നു. താൻ ആൽഫാബയോടൊപ്പം പോവുകയാണെന്ന് ഫിയറോ പറയുന്നു. അവർ പണ്ടേ പ്രണയത്തിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഗ്ലിൻഡയുടെ ഹൃദയം തകരുന്നു. എങ്കിലും അവരുടെ സന്തോഷത്തിനായി അവൾ അവരെ പോകാൻ അനുവദിക്കുന്നു. ഗ്ലിൻഡ തകർന്നിരിക്കുമ്പോൾ മോർബിൾ സൈനികരുമായും വെള്ളവുമായും അവിടേക്ക് എത്തുന്നു. അവൾ മന്ത്രവാദിയെ മോചിപ്പിക്കുകയും ആൽഫാബയെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. നെസ്സ അപകടത്തിലാണെന്ന കിംവദന്തി പ്രചരിപ്പിക്കാമെന്ന് ഗ്ലിൻഡ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആൽഫാബ അതിൽ വീഴില്ലെന്നും അതുകൊണ്ട് ആ അപകടം യഥാർത്ഥമാക്കണമെന്നും മോർബിൾ തീരുമാനിക്കുന്നു. തുടർന്ന് ഗ്ലിൻഡ ഹാൾമുറിയിലേക്ക് മടങ്ങുകയും തന്റെ മുടങ്ങിപ്പോയ വിവാഹത്തെ ഓർത്ത് കരയുകയും ചെയ്യുന്നു. ആൽഫാബയുടെ ഒളിത്താവളത്തിൽ വെച്ച് അവളും ഫിയറോയും തങ്ങളുടെ വികാരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും ഒരുമിച്ച് ആകാശത്തിലൂടെ പറക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അന്നത്തെ രാത്രി അവർ ഒരുമിച്ച് കഴിയുന്നു. തന്റെ കുടുംബത്തിന് മറ്റൊരു കൊട്ടാരം കൂടി ഉണ്ടെന്നും തങ്ങളുടെ സുരക്ഷയ്ക്കായി അങ്ങോട്ട് പോകാമെന്നും ഫിയോറ പറയുന്നുണ്ടെങ്കിലും ആൽഫാബ അതിന് മടിക്കുന്നു. അതേസമയം കൊട്ടാരത്തിൽ വെച്ച് മോർബിൾ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു. അത് വൈകാതെ ശക്തമായ ഒരു ചുഴലിക്കാറ്റായി മാറുന്നു. മഞ്ചിക്കിൻലാൻഡിലുള്ള എല്ലാവരും ജീവൻ രക്ഷിക്കാനായി ഒളിക്കുമ്പോൾ നെസ്സ മാത്രം ബോക്കിനെ തിരഞ്ഞ് തെരുവിലൂടെ അലയുകയാണ്. അവളുടെ നിലവിളി കേൾക്കുന്ന ആൽഫാബയ്ക്ക് ആ ചുഴലിക്കാറ്റ് മറ്റൊരു ലോകത്ത് നിന്ന് ഒരു വീട് കൊണ്ടുവരുന്നതായും അത് തന്റെ സഹോദരിയുടെ മേൽ പതിക്കുന്നതായും ഒരു ദർശനം ഉണ്ടാകുന്നു. സഹോദരിയെ രക്ഷിക്കാനായി ആൽഫാബ പരിഭ്രാന്തിയോടെ പുറപ്പെടുന്നു. ഫിയറോ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറക്കുന്ന കുരങ്ങുകൾ അവനെ വളയുന്നു. കൊടുങ്കാറ്റ് ശാന്തമായപ്പോൾ അജ്ഞാതമായ ആ വീടിനുള്ളിൽ നിന്ന് ഡൊറോത്തി എന്ന പെൺകുട്ടിയും അവളുടെ നായയും പുറത്തു വരുന്നു. ഗ്ലിൻഡ നെസ്സയുടെ ഷൂസ് ഡൊറോത്തിക്ക് നൽകുകയും മന്ത്രവാദിയെ കാണാനായി മഞ്ഞ ഇഷ്ടിക പാതയിലൂടെ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മന്ത്രവാദി അവളെ കാൻസസിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കുമെന്ന് അവൾ പറയുന്നു. ആൽഫാബ അവിടെ എത്തുമ്പോഴേക്കും വീട് വീണ് തന്റെ സഹോദരി കൊല്ലപ്പെട്ട വിവരം അവൾ അറിയുന്നു. ഇതൊരു അപകടമാണെന്ന് ഗ്ലിൻഡ പറയുന്നുണ്ടെങ്കിലും ചുഴലിക്കാറ്റുകൾ പെട്ടെന്ന് ഒരിടത്തും പ്രത്യക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് ആൽഫാബ പൊട്ടിത്തെറിക്കുന്നു. നെസ്സയുടെ ഷൂസ് നൽകാൻ ഗ്ലിൻഡയ്ക്ക് അവകാശമില്ലെന്ന് ആൽഫാബ പറയുമ്പോൾ തന്റേതല്ലാത്ത കാര്യങ്ങൾ എടുത്തത് താൻ മാത്രമല്ലെന്ന് ഗ്ലിൻഡ മറുപടി നൽകുന്നു. ഫിയറോ ഒരിക്കലും ഗ്ലിൻഡയുടേതല്ലായിരുന്നു എന്ന് ആൽഫാബ ഓർമ്മിപ്പിക്കുമ്പോൾ ഗ്ലിൻഡ അവളെ മുഖത്തടിക്കുന്നു. ഉടൻ തന്നെ ആൽഫാബ തിരിച്ചും അടിക്കുന്നു. തുടർന്ന് അവർ മന്ത്രവടിയും ചൂലുമായി പരസ്പരം പോരാടാൻ തുടങ്ങുന്നു. ആൽഫാബ പറന്നുകൊണ്ട് ഗ്ലിൻഡയുടെ ആക്രമണങ്ങളെ എളുപ്പത്തിൽ പ്രതിരോധിക്കുന്നു. നിരാശയായ ഗ്ലിൻഡ മന്ത്രവടി ഉപയോഗിച്ച് ആൽഫാബയുടെ മേൽ ചാടി വീണ് കയ്യേറ്റം ചെയ്യുന്നു. ആ നിമിഷം സൈനികർ അവിടെ എത്തുകയും ആൽഫാബയെ അറസ്റ്റ് ചെയ്യാനായി അവരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. തന്നെ പിടികൂടാനുള്ള പദ്ധതിയിൽ ഗ്ലിൻഡയും ഭാഗമാണെന്ന് ആൽഫാബ തിരിച്ചറിയുന്നു. എന്നാൽ ഫിയറോയുമായി എത്തുന്ന കുരങ്ങുകൾ അവരുടെ തർക്കം തടസ്സപ്പെടുത്തുന്നു. ആൽഫാബയെ വിട്ടില്ലെങ്കിൽ ഗ്ലിൻഡയെ വെടിവെക്കുമെന്ന് ഫിയറോ ഭീഷണിപ്പെടുത്തുന്നു. സൈനികർ ഉടൻ അവളെ മോചിപ്പിക്കുകയും ഫിയറോ ആൽഫാബയ്ക്ക് ചൂൽ നൽകി താനില്ലാതെ രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഗ്ലിൻഡ ആൽഫാബയ്ക്ക് അവളുടെ തൊപ്പി നൽകുന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ആൽഫാബ അവിടെ നിന്ന് പറന്നു പോകുമ്പോൾ അവളെ സംരക്ഷിക്കാൻ ഫിയറോ കുരങ്ങുകളോട് നിർദ്ദേശിക്കുന്നു. അവൻ തോക്ക് താഴെ വെച്ച ഉടൻ സൈനികർ അവനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആൽഫാബയെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഫിയറോയെ സൈനികർ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ആൽഫാബ ഇതൊരു ദർശനത്തിലൂടെ കാണുന്നു. അവൾ വേഗത്തിൽ ഗ്രിമ്മറിക്ക് അരികിലെത്തി അവന്റെ ശരീരത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു മന്ത്രം ചൊല്ലുന്നു. ഈ മന്ത്രം ഫിയറോയെ ഒരു വൈക്കോൽ മനുഷ്യനാക്കി
മാറ്റുന്നു. താൻ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം കാര്യങ്ങൾ വഷളാകുകയാണല്ലോ എന്ന് ആൽഫാബ തിരിച്ചറിയുന്നു. താൻ യഥാർത്ഥത്തിൽ ദുഷ്ടിയായിരിക്കാം എന്ന് കരുതി അവൾ പറക്കുന്ന കുരങ്ങുകളെ അയച്ച് നെസ്സയുടെ ഷൂസ് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഇതേസമയം മോർബിൾ ഡൊറോത്തിയെയും അവളുടെ മഞ്ഞ ഇഷ്ടിക പാതയിലൂടെയുള്ള യാത്രക്കിടെ സുഹൃത്തുക്കളായ 3 പേരെയും, അതായത് ബോക്ക്, വൈക്കോൽ മനുഷ്യനായി മാറിയ ഫിയറോ, പിന്നെ പേടിത്തൊണ്ടനായ സിംഹം എന്നിവരെ കൊട്ടാരത്തിൽ എത്തിക്കുന്നു. മന്ത്രവാദി തന്റെ യന്ത്രം ഉപയോഗിച്ച് ശക്തനായി പ്രത്യക്ഷപ്പെടുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്നതിന് പകരമായി ആൽഫാബയെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആൽഫാബയുടെ ചൂൽ തെളിവായി കൊണ്ടുവരാനും അദ്ദേഹം പറയുന്നു. അവർ പുറത്തിറങ്ങുമ്പോൾ ജനക്കൂട്ടം ആവേശത്തോടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ദുഷ്ടമന്ത്രവാദിനി തന്റെ ജീവിതം തകർത്തുവെന്ന് ബോക്ക് എല്ലാവരോടും പറയുന്നു. ഇതെല്ലാം തന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കി നിന്ന ഗ്ലിൻഡ തന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് സംശയിക്കുന്നു. തുടർന്ന് ഗ്ലിൻഡ മോർബിളിനെ കാണാൻ ചെല്ലുകയും തങ്ങൾ പരിധി വിടുകയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ മോർബിൾ ദേഷ്യത്തോടെ ഗ്ലിൻഡയുടെ കൈ പിടിച്ച് ചിരിക്കുകയും ഗ്ലിൻഡ നല്ലവളായി അഭിനയിക്കുകയാണെന്നും ഉള്ളിന്റെ ഉള്ളിൽ ഇതെല്ലാം അവളും ആഗ്രഹിച്ചിരുന്നുവെന്നും പറയുന്നു. ഇനി മുതൽ വെറുതെ പുഞ്ചിരിക്കുക, വായടച്ചിരിക്കുക എന്നത് മാത്രമാണ് ഗ്ലിൻഡയുടെ ജോലിയെന്നും മോർബിൾ താക്കീത് നൽകുന്നു. താൻ തെറ്റായ വശത്താണെന്ന് മനസ്സിലാക്കിയ ഗ്ലിൻഡ കുതിരപ്പുറത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ സമയത്ത് കുരങ്ങുകൾ ഡൊറോത്തിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ഗ്ലിൻഡ അവരെ പിന്തുടരുന്നു. ഫിയറോയുടെ കൊട്ടാരത്തിൽ വെച്ച് ആൽഫാബ ഡൊറോത്തിയെ പൂട്ടിയിടുന്നു. ഷൂസ് അഴിച്ചു തന്നാൽ മാത്രമേ മോചിപ്പിക്കൂ എന്ന് അവൾ പറയുന്നു. ഗ്ലിൻഡ അവിടെ എത്തി ആൽഫാബയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൽഫാബ താൻ ദുഷ്ടമന്ത്രവാദിനിയാണെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഒരു കുരങ്ങൻ ആൽഫാബയ്ക്ക് ഒരു കത്ത് നൽകുന്നു. അത് ഫിയറോയുടെ സന്ദേശമാണോ എന്ന് ഗ്ലിൻഡ ചോദിക്കുമ്പോൾ തങ്ങൾ അവന്റെ മുഖം അവസാനമായി കണ്ടു കഴിഞ്ഞുവെന്ന് ആൽഫാബ പറയുന്നു. ഫിയറോ മരിച്ചുവെന്ന് കരുതി ഗ്ലിൻഡ കരയുമ്പോൾ താൻ കീഴടങ്ങാൻ പോവുകയാണെന്ന് ആൽഫാബ പ്രഖ്യാപിക്കുന്നു. ആൽഫാബയുടെ പേര് കളങ്കമില്ലാത്തതാക്കണമെന്ന് ഗ്ലിൻഡ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഗ്ലിൻഡയുടെ നന്മയിൽ ജനങ്ങൾക്ക് വിശ്വാസം വരാൻ താൻ ഒരു വില്ലനായി തുടരണമെന്ന് ആൽഫാബ പറയുന്നു. അവൾ ഗ്രിമ്മറി ഗ്ലിൻഡയ്ക്ക് നൽകുകയും ഓസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് വായിക്കാൻ പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജനക്കൂട്ടം അടുത്തു വരുന്നത് കണ്ട് ആൽഫാബ ഗ്ലിൻഡയെ ഒരു അലമാരയിൽ ഒളിപ്പിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പരസ്പരം പറഞ്ഞ് അവർ യാത്ര ചോദിക്കുന്നു. അലമാരയിലെ ദ്വാരത്തിലൂടെ ഡൊറോത്തി വന്ന് ആൽഫാബയുടെ മേൽ വെള്ളം ഒഴിക്കുന്നതും അവൾ ഉരുകി പോകുന്നതും കണ്ട് ഗ്ലിൻഡ ഭയപ്പെടുന്നു. ഡൊറോത്തി പോയതിനു ശേഷം ഗ്ലിൻഡ ആൽഫാബയുടെ തൊപ്പി കെട്ടിപ്പിടിച്ച് കരയുന്നു. കുരങ്ങുകളുടെ നേതാവ് വന്ന് ആൽഫാബയുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചിരുന്ന പച്ച നിറത്തിലുള്ള ഒരു കുപ്പി ഗ്ലിൻഡയ്ക്ക് നൽകുന്നു. പിന്നീട് ഗ്ലിൻഡ ആ കുപ്പി മന്ത്രവാദിയെ കാണിക്കുന്നു. അയാൾ അത് തിരിച്ചറിയുന്നു. ആൽഫാബയുടെ അമ്മയ്ക്ക് ആ പാനീയം നൽകിയത് അയാളായിരുന്നു. ആൽഫാബ മന്ത്രവാദിയുടെ സ്വന്തം മകളായിരുന്നുവെന്ന് ഗ്ലിൻഡ മനസ്സിലാക്കുന്നു. തുടർന്ന് കുരങ്ങുകളുടെ സഹായത്തോടെ ഗ്ലിൻഡ മന്ത്രവാദിയെ ഓസിയിൽ നിന്ന് പുറത്താക്കുന്നു. മോർബിളിനെ കുരങ്ങുകൾ പിടിച്ചുകൊണ്ടുപോകുന്നു. ആൽഫാബ മരിച്ചുവെന്ന് കരുതി നഗരം ആഘോഷിക്കുമ്പോൾ ഗ്ലിൻഡ ഓസിയുടെ പുതിയ നേതാവാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആൽഫാബയുമായി സൗഹൃദമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ സഹപാഠികളായിരുന്നു എന്ന് മാത്രമാണ് അവൾ മറുപടി നൽകുന്നത്. മൃഗങ്ങളെല്ലാം സ്വതന്ത്രരാണെന്ന് അവൾ പ്രഖ്യാപിക്കുന്നു. അതേസമയം വൈക്കോൽ മനുഷ്യനായ ഫിയറോ കൊട്ടാരത്തിലെത്തുകയും തറയിലെ ഒരു രഹസ്യ അറ തുറക്കുകയും ചെയ്യുന്നു. മരണം അഭിനയിച്ച് ആൽഫാബ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. തന്നെ വൈക്കോൽ മനുഷ്യനാക്കി മാറ്റിയതിന് അവൻ അവളോട് നന്ദി പറയുന്നു. അത് കാരണമാണ് അവന്റെ ജീവൻ രക്ഷപ്പെട്ടത്. അവർ ഒരുമിച്ച് ഓസിക്ക് പുറത്തേക്കുള്ള തുരങ്കത്തിലൂടെ കടന്ന് മരുഭൂമിയിലേക്ക് രക്ഷപ്പെടുന്നു. ഇതേസമയം ഗ്രിമ്മറി ഗ്ലിൻഡയ്ക്കായി തിളങ്ങാൻ തുടങ്ങുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.